ഹലോ, അപ്പോൾ ഇന്ന് മറൈൻ എക്സ്പോ കാണാമെന്ന് വിചാരിച്ച് പോയി. അപ്പോൾ മറൈൻ എക്സ്പോൻ്റെ ഉള്ളിൽ കയറുന്നേക്കാൾ മുന്നത്തെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഫിഷൊക്കെ തുറന്ന് നിൽക്കുന്ന ഒരു എൻട്രൻസ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ടിക്കറ്റിന് അപ്പോൾ ഒരാൾക്ക് വരുന്നത് 120 ആണ്. അങ്ങനെ ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ കയറി. എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മീനുകളുണ്ടായിരുന്നു അതിനുള്ളിൽ. നല്ല രസമുണ്ടായിരുന്നു. ഓരോ കളറിൻ്റേതായ മീനുകൾ, പല പല വെറൈറ്റി ഫിഷുകളുണ്ടായിരുന്നു. ഞാൻ ഇതിനൊന്നും ആദ്യമൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ കുഞ്ഞു മീനുകൾ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട് ഷോപ്പിലൊക്കെ. പക്ഷേ ഇത് ഒരുപാട് മീൻ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ പലതരം വെറൈറ്റി മീനുകളുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അതിനുള്ളിൽ കയറി. എന്താ പറയുക, ഒരുപാട് മീനുകൾ. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ സെക്ഷനാട്ടോ. ഒരുപാട് കുട്ടി മീനുകളുണ്ടായിരുന്നു. എനിക്ക് ഈ മീനിൻ്റെ അടുത്തായിരുന്നു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഞാൻ കുറേ നേരം സ്പെൻഡ് ചെയ്തത് ആ കളറിൻ്റെ അടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ പലതരം മീനുകളെയൊക്കെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി. പിന്നെ അതേ കളർ ചേഞ്ചിൻ്റെ തന്നെ ഇപ്പുറത്തുണ്ടായിരുന്നു കുഞ്ഞു മീനുകൾ. അവിടെയും കുറേ നേരം എനിക്ക് കുഞ്ഞു മീനുകളെയാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. കുറേ നേരം അതിനെ തന്നെ നോക്കിയൊക്കെ നിന്നു. പിന്നെ സൂം ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഉള്ളിലോട്ട് എത്തിച്ചൊക്കെ നോക്കി. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ അതിനുള്ളിൽ പോണ പോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കുറേ നേരം കുട്ടി മീനിൻ്റെ അടുത്ത് തന്നെയാണ് കൂടുതൽ നേരം നിന്നത്, വലിയ മീനിനേക്കാളും. അങ്ങനെ അവിടെ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. കുറേ നേരം അവിടെ തന്നെ ഞാൻ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഉള്ളിലോട്ട് ദിവസമായിരുന്നു പോയത്. ദിവസമായതുകൊണ്ട് വളരെ തിരക്ക് കുറവായിരുന്നു. പിന്നെ ഇതിനുള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മത്സ്യകന്യകയൊക്കെ ഉണ്ടായിരുന്നു. മത്സ്യകന്യക 2 ഉണ്ടായിരുന്നു. കൂടുതൽ ആൾക്കാർ മത്സ്യകന്യകയുടെ ഭാഗത്തായിരുന്നു. മീനുകളുടെ അവിടെ ആൾക്കാരുണ്ടെങ്കിൽ പോലും കൂടുതൽ ആൾക്കാരും ഈ മത്സ്യകന്യകയുടെ അടുത്തായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നതൊക്കെ. അപ്പോൾ മത്സ്യകന്യക അവിടെ നിന്നിട്ട് കുറേ ആക്ഷൻസൊക്കെ കാണിക്കേണ്ടായിട്ട് ലവ് ചിഹ്നമൊക്കെ ഇടണുണ്ടായി വെള്ളത്തിനുള്ളിൽ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനെ 2 മത്സ്യകന്യകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിനുള്ളിൽ നടന്ന കുറേ ഷോപ്പുകളുണ്ടായിരുന്നു, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവങ്ങൾ പറഞ്ഞാൽ സാധാ ഷോപ്പ് പോലത്തെ കടകളൊക്കെ കേട്ടോ. പിന്നെ കുഞ്ഞി പട്ടിക്കുട്ടീസ് ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലവറുകൾ ഉണ്ടായിരുന്നു. ഫ്ലവറിൻ്റെ വിത്തൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ പോയി കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ സെക്ഷനിലേക്ക് ഞാൻ പോയി. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമാണ് കേട്ടോ കയറാൻ. പക്ഷേ എല്ലാത്തിനും നല്ല റേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കയറാനൊന്നും ശ്രമിച്ചില്ല. കാരണം അത്യാവശ്യം കത്തിയായിട്ട് തോന്നി. ഇതിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.